മമ്മൂട്ടിയുടെ ജീവചരിത്രം ഇനി മഹാരാജാസ് കോളേജിലെ ചരിത്ര വിദ്യാർത്ഥികൾ പഠിക്കും. മലയാള സിനിമയുടെ ചരിത്രം എന്ന മേജർ ഇലക്ടീവ് കോഴ്സിലാണ് മമ്മൂട്ടിയുടെ ജീവചരിത്രം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടൻ മമ്മൂട്ടിയെ കൂടാതെ ഇന്ത്യൻ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ മലയാളിയും എറണാകുളം മുളവുകാട് സ്വദേശിയും മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ദാക്ഷായണി വേലായുധന്റെ ജീവചരിത്രവും കോളേജിലെ ചരിത്ര വിദ്യാർത്ഥികളുടെ പാഠ്യവിഷയത്തിലുണ്ടാകും. മഹാരാജാസ് കോളേജിലെ 2ാം വർഷ ചരിത്ര ക്ലാസ്സിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പോയി വരാം. എന്തുകൊണ്ടാണ് സാർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ദാക്ഷായണി വേലായുധനെയും മമ്മൂട്ടിനെയും ഒക്കെ സിലബസിൽ ഉൾപ്പെടുത്താൻ കാരണം എന്തൊക്കെയായിരിക്കും? നമ്മുടേതൊരു ഓട്ടോണമസ് കോളേജാണെന്ന് അറിയാലോ. MG യൂണിവേഴ്സിറ്റി കീഴിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ സിലബസും മറ്റുമൊക്കെ നിർണ്ണയിക്കാനുള്ള അവകാശം നമ്മുടെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില പേപ്പറുകൾ കൊണ്ടുവരാമെന്ന് വെച്ചത്. സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിലൊക്കെ തിരക്കഥ പഠനങ്ങളുണ്ട് അല്ലേ, അല്ലെങ്കിൽ സീനുകൾ, ഈ സിനിമാ സംബന്ധമായ സീനുകളൊക്കെ പഠിക്കാനുണ്ട്. പക്ഷേ ഒരു മലയാള സിനിമയുടെ ചരിത്രം എന്ന് പറഞ്ഞൊരു സിലബസ് എങ്ങും ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം നമുക്ക് പുതിയ തലങ്ങൾ തേടേണ്ടതുണ്ട്. അങ്ങനെ ഒരു പേപ്പർ കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും മമ്മൂട്ടി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി നിലയിൽ നിങ്ങളെപ്പോലെ ഈ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിച്ച വ്യക്തി എന്ന നിലയ്ക്കും മലയാള സിനിമയ്ക്ക് നൽകിയ സംഭാവനകളും അദ്ദേഹത്തിൻ്റെ ആ ജീവിതവും ഒക്കെ നമുക്ക് സിലബസിൽ ഉൾക്കൊള്ളിക്കണം. അങ്ങനെയാണ് നമ്മൾ മലയാള സിനിമയുടെ ചരിത്രം സെൻസിങ് സെല്ലുലോയിഡ് ദ ഹിസ്റ്ററി ഓഫ് ഫിലിം ഇൻ കേരള എന്ന നിലയ്ക്ക് പേപ്പർ കൊണ്ടുവന്നപ്പം മമ്മൂട്ടിയെ കൂടി ഉൾപ്പെടുത്തിയത്. അതായത് ഇതുപോലത്തുള്ള പ്രതിഭകളെ ഇനി വരുന്ന കാലത്ത് വാർത്തെടുക്കാനൊരു പ്രചോദനമായിട്ട് നമുക്ക് അതിൽ ചേർത്തതാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങൾ അതിൽ കാര്യമായിട്ടുണ്ടായിരുന്നു? അക്കാഡമിക് ആസ്പെക്ട്സിലാണ് നമ്മൾ കാര്യങ്ങൾ അതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം പോപ്പുലർ സിനിമാസ് എന്ന ഒരു ഏരിയ വരുന്നുണ്ട് മൊഡ്യൂൾ 3. അപ്പോൾ അതിൽ മമ്മൂട്ടി പോലെയുള്ള മമ്മൂട്ടി മോഹൻലാൽ ഇറ എന്ന നിലയ്ക്ക് സ്റ്റാർഡം എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നത്, അതിൽ മമ്മൂട്ടി മോഹൻലാൽ അവരുടെ ജീവിതം ഏത് രീതിയിലാണ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടുള്ളത് എന്ന നിലയ്ക്കാണ് നമ്മൾ മൊഡ്യൂൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അദ്ദേഹം കുറേ സിനിമകൾ ചെയ്തിട്ടുണ്ട്, കുറേ ഹിറ്റായിട്ടുണ്ട്, ജനങ്ങളുടെ മനസ്സിലൊക്കെ നല്ല ഇടം പിടിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതവും ഈ സിനിമകളൊക്കെ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാവും നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെടുത്തുക? നിരവധിയായ ബുക്കുകൾ ഇവരെക്കുറിച്ച്, ബയോഗ്രഫീസ്, ഓർമ്മചിത്രങ്ങൾ, അതുപോലെ മറ്റ് പഠനങ്ങൾ, സിനിമാ പഠനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ അതിനകത്ത് റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ റെഫറൻസുകൾ നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് ശേഖരിച്ച് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യുമ്പോൾ മഹാരാജാസിൽ അവർ വിദ്യാർത്ഥി ആയിരുന്ന കാലഘട്ടം മുതൽ സിനിമയിലെത്തിയതും ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നതും ആ രീതിയിൽ ക്ലാസ് റൂം ചർച്ച കൂടുതൽ നിങ്ങൾക്ക് അവരെക്കുറിച്ച് അറിയുന്നതിനും പഠിക്കുന്നതിനും അവസരം നൽകും. ദാക്ഷായണി വേലായുധൻ്റെ ചിത്രം നമ്മുടെ ഫ്രീഡം വാളിൽ കണ്ടിട്ടുണ്ടല്ലോ ഫ്രണ്ടിൽ. ഇന്ത്യയിൽ തന്നെ കോളേജിൽ പഠിച്ചൊരു ബിരുദം നേടുന്ന ദളിത് വനിത എന്ന ഖ്യാതിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കിയപ്പം അതിലെത്തിപ്പെട്ട ഒരു വനിത, 15 വനിതകളെ അതിലുണ്ടായിരുന്നുള്ളൂ. അതിൽ 3 മലയാളികൾ, അതിലൊരു മലയാളിയായിരുന്നു ദാക്ഷായണി വേലായുധൻ. അപ്പം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ, ഇവിടുത്തെ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ദാക്ഷായണി വേലായുധൻ, അതുപോലെ ശ്രീമാൻ മമ്മൂട്ടി, ഇവരൊക്കെ സിലബസിൻ്റെ ഭാഗമാകുന്നുണ്ട്. അതുപോലെ ഇനി വരും തലമുറയ്ക്ക് പഠിക്കാനായിട്ട് നിങ്ങളുടെ ജീവിതവും മറ്റും മാറട്ടെ എന്ന് എല്ലാവർക്കും അതിനുള്ള അവസരങ്ങളുണ്ട്. ആ രീതിയിൽ പഠിച്ച് വളരുക എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു. ദളിത് വിഭാഗത്തിലെ ആദ്യ ബിരുദ വിദ്യാർത്ഥി സ്ത്രീയായിരുന്നു ദാക്ഷായണി വേലായുധൻ. പഠിച്ചത് മഹാരാജാസ് കോളേജ്. മലയാള സിനിമയെ സമ്പന്നമാക്കിയ മമ്മൂട്ടിയും മഹാരാജാസ് കോളേജിൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു. ഇനി 2ാം വർഷ ചരിത്ര ക്ലാസ്സുകളിൽ ഇവർ 2 പേരുടെയും ജീവിതങ്ങൾ മുഴങ്ങിക്കേൾക്കും. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം പ്രസാദ് ഉത്തമൻ തന്നെ ചേരുന്നുണ്ട് തത്സമയം. ശ്യാമ, ഒരുപാട് മിടുക്കന്മാരും മഹാന്മാരും പഠിച്ചിട്ടും പഠിപ്പിച്ചിട്ടുമുള്ള സ്ഥലമാണ് മഹാരാജാസ് കോളേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ മമ്മൂട്ടിയുടെ തന്നെ, മലയാളത്തിന്റെ മഹാനടനായ മമ്മൂട്ടിയുടെ ജീവചരിത്രം അവിടെ പാഠ്യവിഷയമായി എത്തുമ്പോൾ കുട്ടികൾക്കും അത് പഠിക്കാൻ പ്രത്യേക താല്പര്യമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മമ്മൂട്ടി, അതോടൊപ്പം തന്നെ ഭരണഘടനയുടെ നിയമനിർമ്മാണ സഭയിലെ അംഗമായിരുന്ന ദാക്ഷായണി വേലായുധൻ എന്നീ ഇവർ 2 പേരും ആ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഇവരുടെ ഒരു ചരിത്രമാണ് ഇപ്പോൾ ചരിത്ര വിദ്യാർത്ഥികൾക്ക്, 2ാം വർഷ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പാഠ്യ വിഷയമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും ആ കോളേജ് തന്നെ
ഒരു അഭിമാനകരമായ ഒരു കാര്യമാണ്. മഹാരാജാസ് കോളേജ് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഒരുപാട് മഹാരഥന്മാർ പഠിച്ചിറങ്ങിയതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് മഹാരഥന്മാർ പഠിപ്പിക്കുകയും ചെയ്ത ഒരു കോളേജ് കൂടിയാണ്. ആ കോളേജിന് പ്രത്യേകമായിട്ട് ഓട്ടോണമസ് പദവി കൂടി ലഭിച്ചതോടുകൂടിയാണ് കോളേജ് തന്നെ ഇത്തരത്തിൽ ഇങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെ കൂടി ചരിത്ര വിദ്യാർത്ഥികൾക്ക് അറിയേണ്ടതിൻ്റെ ഒരു ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ മമ്മൂട്ടിയുടെ ജീവചരിത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇനി